ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ മഴയോ മഴ. നോക്കോ, മഴ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? മഴയത്ത് കളിക്കാം, മഴയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, വെള്ളത്തിൽ കളിക്കാം, ചെളിവെള്ളത്തിൽ കളിക്കാം. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മഴ എന്ന് പറയുന്നത്. നോക്കാം, മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്. ഇവിടെ കുറെ കുട്ടികൾ കളിക്കുന്ന കണ്ടോ മഴയത്ത്? അപ്പൊ കുടയില്ലാതെ മഴ നനഞ്ഞുകൊണ്ട് കണ്ടോ കളിക്കുന്നത് കണ്ടോ? മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. അപ്പോൾ മഴയെക്കുറിച്ചുള്ള പാട്ടാണ്. മഴ പെയ്യണ്, പുഴ പുഴ നിറയണ്, മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. നോക്ക, അടുത്ത എന്താണെന്ന്? ഇവിടെ ഒരു കുടയുടെ പടം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കുടയുടെ പടം വരച്ചിട്ട് അതിനെ കളർഫുൾ ആക്കുക. നല്ല കളറൊക്കെ കൊടുത്ത് കുടയുടെ പടം വരയ്ക്കുക. ഞാൻ എളുപ്പത്തിലൊരു പടം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുടയുടെ പടം വരയ്ക്കാം. എന്നിട്ട് കളറും കൂടെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മഴ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും മഴ ഇഷ്ടമാണ്. മഴയത്ത് എന്തൊക്കെ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം? മഴ നനയാൻ ഇഷ്ടമുണ്ട്, മഴയത്ത് നടക്കാൻ ഇഷ്ടമുണ്ട്, മഴയത്ത് കളിക്കാൻ ഇഷ്ടമുണ്ട്, മഴയത്ത് കുളിക്കാൻ ഇഷ്ടമുണ്ട് അല്ലേ? മഴ നനയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ കണക്ക് തന്നെ മഴ വെള്ളത്തിൽ കളിക്കാൻ അല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ? അതെ, എല്ലാവർക്കും മഴവെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്. നോക്ക്, ഉത്തരം കണ്ടെത്താം. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരെ വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പുറത്തോട്ട് കുറച്ചുകൂടി വലുതാക്കി കൊടുത്തിരിക്കുന്നത്. എന്താണ്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ആരാണ്? കുട. ഇതുപോലെ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കി പോവാം. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. നോക്ക്, ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ഇവിടെ കുട്ടികൾ ചെയ്തിരിക്കുന്ന കണ്ട, ഒരു കുപ്പി എടുക്കുക, അതില് താഴ്ഭാഗത്ത് കുറെ കുത്തുകൾ സുഷിരങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് മുകൾ ഭാഗത്ത് ഒരു സുഷിരവും ഉണ്ടാക്കുക. എന്നിട്ട് എന്തോന്നാണ്? ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? നോക്കാം. കുപ്പി ഭദ്രമായിട്ട് അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? ഈ പരീക്ഷണം നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോ കുപ്പിയിൽ നിറയെ വെള്ളം എടുത്തിട്ട് മുകൾ ഭാഗത്തെ വിരൽ കൊണ്ട് സുഷിരം അടയ്ക്കുമ്പോഴത്തേക്ക് എന്തോന്ന് സംഭവിക്കും? വെള്ളം ആ സുഷിരത്തിൽ കൂടെ വെള്ളം വരുമോ? ഇല്ല. അതിൽ നിന്ന് കൈ മാറ്റുമ്പോൾ താഴ്ഭാഗത്തുള്ള ചെറിയ സുഷിരത്തിൽ നിന്ന് വെള്ളം വരും. അപ്പൊ എങ്ങനെ പറയാം? പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലത്തെ സുഷിരത്തിൽ നിന്ന് കൈമാറ്റുക, അപ്പോൾ വെള്ളം വീഴും. മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മുകളിലത്തെ സുഷിരം അടച്ചു പിടിക്കുക, അപ്പോൾ വെള്ളം വീഴില്ല. അതാണ് നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാനാണ്. മുകളിലത്തെ സുഷിരത്തിൽ നിന്നും വിരൽ എടുക്കുമ്പോൾ വെള്ളം ചെറിയ സുഷിരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. പിന്നെയും മുകളിലത്തെ സുഷിരത്തിൽ വിരൽ അമർത്തുമ്പോൾ ചെറിയ സുഷിരത്തിലൂടെ വരുന്ന വെള്ളം നിലയ്ക്കുന്നു. നമ്മൾ ഇതിനായിട്ട് പരീക്ഷണം ചെയ്യാൻ വേണ്ടി എടുത്തത് എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക്, ഒരു ബോട്ടില്, വെള്ളം, ആണി വെച്ചു, അതില് സുഷിരം ഇടാൻ വേണ്ടിയിട്ട് ആണി ഉപയോഗിച്ചു. ഓക്കെ, ഇത്ര കാര്യങ്ങളല്ലേ ചെയ്തത്? ഇനി നോക്കാം. അടുത്ത് നോക്കോ. ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു. ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, മഴ പെയ്യുന്നത് നോക്കി ഇരിക്കുന്നതാണ്. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു.
ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷേ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ്, മഴയ്ക്ക് മുമ്പായപ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിച്ചു? ആകാശം ആകെ ഇരുണ്ട്, ശക്തമായ കാറ്റ്, മരങ്ങളെ ആടി ഉലപ്പിച്ചു, പിന്നൊന്ന് വലിയ വലിയ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെന്തോന്നാണ്, മഴ രാവിലെ ഉണർന്നപ്പോഴത്തേക്ക് എന്തോന്ന്, എല്ലായിടത്തും എല്ലാ ചെടികളിലും എല്ലായിടം വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാമായിരുന്നു അല്ലേ? ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വിറ വിറയണ്, നനയണ്, കുളിരു കോരണ്. ഇത് അഭിനയിച്ച് കാണിക്കാനാണ്. അഭിനയിക്കുക. വിറ വിറയണ്, വിറയ്ക്കുന്നതായിട്ട് അഭിനയിക്കുക, നനയുന്നതായിട്ട് കുളിരുന്നതായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത മഴത്തുള്ളി പറഞ്ഞ കഥ നോക്ക്. മഴത്തുള്ളി കഥ പറയുമ്പോൾ: കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്ക് എത്തി. ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാവോ? എങ്ങനെയാണ് പെയ്യുന്നത്? മഴ പെയ്യുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ ചൂടേറ്റ് കടലിലെ ജലാശയങ്ങളിലേക്ക് വെള്ളം ചൂടേറ്റ് നീരാവിയായിട്ട് മുകളിലോട്ട് പോവുകയും അത് മേഘങ്ങളായിട്ട് മാറുകയും അത് തണുത്ത് ആണ് മഴയായിട്ട് വരുന്നത്. ആ കഥയാണ് ഈ മഴത്തുള്ളി പറയുന്നത്. എന്നിട്ട് വീണ്ടും അത് ഒഴുകി നേരെ എവിടെ തന്നെ ചെന്നെത്തും? കടലിൽ തന്നെ ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. മഴത്തുള്ളി പറഞ്ഞ കഥ മനസ്സിലായോ? ഇതിൽ ഉത്തരം കണ്ടെത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കടലിൽ കളിച്ചത് ആരാണ്? തുള്ളി, വെള്ളത്തുള്ളി അല്ലെങ്കിൽ മഴത്തുള്ളി. അതാണ് കടലിൽ കളിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് സൂര്യന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? ചൂട് കാരണമാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാണ്? ഠോ ഠോ എന്നുള്ള ഇടിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് വെള്ളത്തുള്ളികൾ പേടിച്ചത്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? തണുപ്പ് കൂടി വന്നു. ഇതെല്ലാം ഇതില് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിച്ച പാരഗ്രാഫിൽ വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ, ഈ മഴത്തുള്ളിയും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. സംഭാഷണം എഴുതാം. കുട്ടി പറയാണ്: മഴത്തുള്ളി, നീ എന്തിനാണ് ആകാശത്തേക്ക് ഉയർന്നതെന്ന് മഴത്തുള്ളിയുടെ അടുത്ത് കുട്ടി ചോദിക്കാണ്. അപ്പൊ മഴത്തുള്ളി എന്ത് മറുപടിയാണ് പറയുന്നത്? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പൊ കുട്ടി അടുത്ത് ചോദിക്കാണ്: മഴത്തുള്ളി, നീ എന്താ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചത്? മഴത്തുള്ളി: ഠേ ഠേ ഠോ ഠോ ശബ്ദം കേട്ടിട്ട്. കുട്ടി അടുത്ത് ചോദിക്കാണ്: അത് ഇടിയുടെ ശബ്ദമല്ലേ? മഴത്തുള്ളി: എനിക്ക് ഇടി പേടിയാ. അപ്പൊ ഇനി നമുക്ക് സംഭാഷണം അടുത്ത് ഇനി കുട്ടി പറയുന്നത് എഴുതാം, മഴത്തുള്ളി പറയുന്നത് എഴുതാം. അത് എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും. അടുത്ത് ഈ സംഭാഷണം ഇങ്ങനത്തേതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണേ. അടുത്ത് നോക്കാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ കാണുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴ, കിണർ, കുഴൽക്കിണർ, നദികൾ, തടാകങ്ങൾ, കടലുകൾ. ഇതെല്ലാം ജലസ്രോതസ്സുകളിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത സ്വാഭാവിക ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നും അത് എന്തിനു വേണ്ടി അതിന്റെ പ്രാധാന്യം എന്തെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ്. ജലസ്രോതസ്സുകൾ പ്രധാനമായിട്ട് നദികൾ, തടാകങ്ങൾ, കടലുകൾ, ഭൂഗർഭജലം, മഴവെള്ളം. ഇതൊക്കെ പ്രകൃതിയാലുള്ളതാണ്. പിന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ജലസ്രോതസ്സുകളുണ്ട്. അതൊക്കെയാണ് അണക്കെട്ടുകൾ, കുളങ്ങൾ, ജലാശയങ്ങൾ. ഇതൊക്കെ മനുഷ്യനിർമ്മിത ജലസ്രോതസ്സുകളാണ്. ജലസ്രോതസ്സുകളുടെ പ്രാധാന്യം എന്താണെന്ന്, എന്തോന്നിനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്? കുടിവെള്ളത്തിനായി, കുടിക്കാൻ വേണ്ടിയിട്ട്, കൃഷിക്ക്, വൈദ്യുതി ഉൽപാദനത്തിന്, വ്യവസായ ആവശ്യങ്ങൾക്ക്, ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെല്ലാം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്.
ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ ഈ വെള്ളം സംരക്ഷിക്കാം? സംരക്ഷണ മാർഗങ്ങൾ: മഴവെള്ള സംഭരണം, പിന്നെ ജലമാലിന്യം കുറയ്ക്കൽ, മരങ്ങൾ നട്ട് വനസംരക്ഷണം, വെള്ളത്തിന്റെ മിതമായ ഉപയോഗം. ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് വെള്ളം സംരക്ഷിക്കാനായിട്ട് കഴിയും. നോക്ക്, പ്രതികരിക്കാം. പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ഇവിടെ ഒരു പടം കൊടുത്തിരിക്കുന്ന കണ്ട, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം എല്ലാം ഈ ജലസ്രോതസ്സിലോട്ട്, ഇപ്പൊ തടാക, അരുവി, തോട് എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ കടലാകാം, മാലിന്യങ്ങൾ വെള്ളത്തിലോട്ട് കൊണ്ട് ഒഴുക്കി വിടുന്നത് കണ്ടോ? അരുതേ, മലിനമാക്കരുതേ. ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. നമ്മൾ ഇതേപോലത്തെ വേസ്റ്റുകളൊക്കെ ജലത്തിൽ വരുമ്പോഴത്തേക്ക് ജലത്തിലുള്ള മീനുകളെല്ലാം ചത്തു അടിയും, അതിൽ വെള്ളത്തിന് കേടുണ്ടാവും, അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ജലം മലിനമാക്കാൻ സമ്മതിക്കരുത്. അപ്പോൾ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വാക്യങ്ങൾ ഏതൊക്കെയാണ്? കുറച്ച് കൊടുത്തിട്ടുണ്ട്. ജലം ജീവനാധാരം, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ, പുഴയിൽ വാഹനങ്ങൾ കഴുകരുത്, കടൽ നമുക്ക് ആഹാരം നൽകുന്നു, മാലിന്യങ്ങൾ അതിലേക്ക് വലിച്ചെറിയരുത്, പുഴയെ മലിനമാക്കരുത്. ഇതൊക്കെ നമുക്ക് പോസ്റ്റർ വാക്യങ്ങളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോഴത്തേക്ക് കോളം വരയ്ക്കുക. നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഒരു ചെറിയ തോതിൽ ഒരു പടം വരയ്ക്കുക, എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു വാക്യം എഴുതുക. ഓക്കെ, അപ്പോൾ പോസ്റ്റർ തയ്യാറായി. അടുത്ത് നോക്കാം, നമ്മുടെ നാട്. നമ്മുടെ നാടിനെ കുറിച്ച് ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വര വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്ത് വച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. കേരളത്തിന്റെ പടം കൊടുത്തിരിക്കുന്നുണ്ട, മൊത്തത്തിൽ പച്ചപ്പാണ്. ഭൂപ്രകൃതി മനോഹരമായ കേരളത്തിനെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇതിപ്പം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് മൊത്തത്തില് കേരളത്തിനെ തന്നെ ഇല്ലാതാക്കി, മനുഷ്യന്മാര് ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാലും നമ്മുടെ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് മലകളുടെ നാടാണ്, പുഴയുടെ നാടാണ്, പിന്നെ കടലുകളുടെ നാടാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ കാണുന്ന എന്തോന്നാണ്? തെങ്ങോലപ്പീലി വിരിച്ചാടുന്ന നാടാണ്. അത് കണക്ക് പനയോലപ്പീലി നിവർത്തിയാടുന്ന നാടാണ്. പിന്നെന്തോന്നാണ്? നെൽവയലുകൾ ധാരാളമുള്ള നാടാണ്. അങ്ങനെ പലതരത്തിലുള്ള പച്ചകൾ ചേർന്ന് വരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ്? മലകളുടെ നാട്, പുഴയുടെ നാട്, നീലക്കടൽ അലയുടെ നാട്, തെങ്ങോലപ്പീലി വിരിച്ചാടുന്ന നാട്, അങ്ങനെ പല രീതിക്ക് നമുക്ക് പറയാം. പിന്നെ എന്തോന്നാണ്? താഴ്വരകളുടെ നാട് ഒക്കെ പറയാം. കേരള നാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഞാൻ കുറച്ചിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് നോക്കാം. അടുത്ത വർക്ക് ബുക്കിൽ ഉള്ളതാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്തോന്നാണ്? നിറം നൽകാം. നിങ്ങൾ ഇതിന് യോജിച്ചോ? നിങ്ങൾക്കറിയാം, ഇലകൾക്കൊക്കെ പച്ച നിറം കൊടുക്കണം, ഇളം നീല കളറ്, അങ്ങനെ ഈ ഓരോന്നിനും അതിന് യോജിച്ച തരത്തിലുള്ള കളർ കൊടുത്ത് ഈ ചിത്രം മനോഹരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ചെയ്തു നോക്കണം. ഓക്കെ, അടുത്ത ചൊല്ലാം രസിക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുട മെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതിമ്മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ആര് പറഞ്ഞിരിക്കുന്നതാണ്? കുഞ്ഞുണ്ണി മാഷ് എഴുതിയിരിക്കുന്നതാണ്. മഴക്കവിതകൾ ഇതുപോലെ ശേഖരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസ്യത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കവിയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷിന്റെ വേറെയും കവിതകൾ, നിങ്ങൾക്ക് മഴയെ പറ്റിയുള്ള കവിതകൾ ഉണ്ട്, അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ 2-3 കൊടുത്തിട്ടുണ്ട്. മഴ 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 പൂമഴ, പൂമഴ മഴ തേൻമഴ, മഴ 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 പേമഴ, തക 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 തെയ്തക തെയ്തക തെയ്തക, പരമ്പത്തു പെയ്തു പെരുമഴ,
വഴുക്കുന്നയ്യോ തകതിമി പെരുവിരൽ തല യൂന്നി യൂന്നി നടക്കൻ്റപ്പ തെയ്തക 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 തെയ്യാരം തക തക തെയ്യ തെയ്യ തെയ്യാരം. അങ്ങനെ ഒരു കവിത ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വേറെ രണ്ടെണ്ണം കുഞ്ഞുണ്ണി മാഷിന്റെ മഴക്കവിതയിൽ പറഞ്ഞതാണ്. മഞ്ഞും വേണം, മഴയും വേണം, വെയിലും വേണം, ലാവും വേണം, ഇരുട്ടും വേണം, പുലരിയും വേണം, പൂവും വേണം, പുഴുവും വേണം, വേണം വേണം ഞാനും പാരിന്. അത് കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. വേറൊരു മഴക്കവിത. തുള്ളി വരുന്നു മഴത്തുള്ളി, പറകൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു, വയലൊഴുകുന്നു പുഴയൊഴുകുന്നു, കുളവും ചാലിട്ടൊഴുകുന്നു, മണ്ണലിയുന്നു മനസ്സലിയുന്നു, പകലും ഇരുട്ട് പുതയ്ക്കുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ പെയ്യുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു കവിതയെങ്കിലും നോക്കി വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. ഇതില് ഒത്തിരി കവിതകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക് എന്താണ് മൂന്നാമത്തെ പ്രവർത്തനത്തിൽ വരുന്നത്. പദസൂര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മഴയുമായി ബന്ധപ്പെട്ട് വാക്യങ്ങൾ നിർമ്മിക്കാനാണ്, വാക്യങ്ങൾ ഉണ്ടാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഴയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇടിമുഴക്കം മഴയുള്ളപ്പോഴത്തേക്കാണ്. കുട, മേഘം, മിന്നൽ, കാറ്റ്, തുള്ളി, ഈർപ്പം, വെള്ളപ്പൊക്കം, ഇതെല്ലാം മഴയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതിൽ ഒരു മാതൃക തന്നിട്ടുണ്ട്, ഒരു വാക്യം. ഞാൻ കുട ചൂടി. അത് കണക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. ആകാശത്ത് കനത്ത മേഘം നിറഞ്ഞു, വലിയ മിന്നൽ ആകാശത്ത് തെളിഞ്ഞു, ശക്തമായ ഇടിമുഴക്കം കേട്ടു, ശക്തമായ കാറ്റ് വീശുന്നു, മഴയുടെ തുള്ളികൾ നിലത്തേക്ക് വീണു. അപ്പോൾ അങ്ങനെ പല നമുക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ എഴുതാം. ഓക്കെ, അത് വെച്ചിട്ടുള്ള വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്കാം എന്തോന്നാണ്. മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ്. മഴയ്ക്ക് മുമ്പ് എന്തൊക്കെ സംഭവിക്കും? മാനം കറക്കും, കാറ്റ് വീശും, പക്ഷികൾ കൂട്ടിലേക്ക് പറക്കും. അത് കഴിഞ്ഞിട്ട് മഴയ്ക്ക് ശേഷമുള്ള കാര്യോ? മഴയ്ക്ക് മുമ്പുള്ളത്, മഴയ്ക്ക് ശേഷം എന്താണ്? മാനം തെളിഞ്ഞു, ചുറ്റും വെള്ളം നിറഞ്ഞു, ഇലകളിൽ മഴത്തുള്ളി. അത് മഴയ്ക്ക് ശേഷമുള്ളത്. ഓക്കെ, അപ്പൊ മഴയ്ക്ക് മുമ്പുള്ള കാര്യമോ മഴയ്ക്ക് ശേഷമുള്ള കാര്യമോ മനസ്സിലായോ? അത് ആ പാട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആദ്യത്തെ ടെസ്റ്റിൽ ഉള്ളതിൽ ഉണ്ട്. ഇനി മഴയുമായി ബന്ധപ്പെട്ട കഥകൾ ശേഖരിച്ചെഴുതാനാണ്. അത് നേരത്തെ ആ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു, ഇത് വർക്ക് ബുക്കിലുള്ളതാണ്. മഴയുമായി ബന്ധപ്പെട്ട കഥകൾ ഏതൊക്കെയാണെന്ന്. മഴയത്തും വെയിലത്തും ആശ്വാസമേകും ഒറ്റക്കാലുള്ള ശീലവട്ട. ആര്? കുട. കുടയെ സംബന്ധിച്ചുള്ള കടങ്കഥയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും കുട. കാലൊന്നേയുള്ളൂ എങ്കിലും ഏറെ ദൂരം നടന്നാലേ ക്ഷീണിക്കില്ല, അതും കുട. പെരുമഴ പെയ്താലും പേടിക്കാത്ത ഒറ്റക്കാലൻ കൂട്ടുകാരൻ കുട. എല്ലുണ്ട് കാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട്. ആരാണ്? കുട. മഴ പെയ്യുമ്പോൾ കൂടെ കൂട്ടും, മഴയില്ലാത്തപ്പോൾ മൂലക്കിരുത്തും, അതും കുട. കുടയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറെ കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് മഴയുമായി ബന്ധപ്പെട്ട് മേഘത്തിൽ പിറക്കുന്ന കൂട്ടുകാരി, ഭൂമിയെ നനയ്ക്കും തുള്ളൽക്കാരി. ആരാണ്? മഴ. തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ വീഴും ഞാൻ, അതും മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. കടങ്കഥകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അതിൽ നിന്ന് ബേസ് ചെയ്ത് എന്തായാലും പരീക്ഷയ്ക്ക് വരും. മേലെ വീട്ടിലെ മുത്തശ്ശി അമ്മയുടെ പൊട്ടിച്ചിരികൾ പേടിപ്പിക്കും. ഏതാണ്? ഇടി. കാണാനുമാവില്ല തൊടാനുമാവില്ല ഒച്ചയുണ്ടാക്കി ഞെട്ടിക്കും ഞാൻ. അതും ആരാണ്? ഇടി. മാനത്തച്ഛൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നുല്ലോ, അത് ഇടി. ഇനി അടുത്ത മിന്നലുമായിട്ട്. അവിടെ കണ്ടു ഇവിടെ കണ്ടു പിന്നെ ആരും കണ്ടില്ല, അതാരാണ്? മിന്നൽ. അടുത്ത് മൂളുന്നുണ്ട് പറക്കുന്നുണ്ട് കണ്ണിൽ കാണാനൊക്കില്ല, അതാരാണ്? കാറ്റ്. കണ്ടറിയില്ലെങ്കിലും കൊണ്ടറിയാം, അതും കാറ്റ്. ഇനി ആകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ആരാലും അടിക്കാത്ത മുറ്റം, ഏതാണ്? ആകാശം. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും കാലില്ല പന്തൽ, എന്താണ്? ആകാശം. അടുത്ത വെള്ളവും മഴവില്ല് മേഘം. പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല, മണമില്ല നിറമില്ല, ഒഴുകി നടക്കും ഞാനാര്? ആരാണ്? വെള്ളം. വില്ലാണ് പക്ഷേ ഞാണില്ല കെട്ടാൻ, ഏതാണ്? മഴവില്ല്.
ആകാശത്തൊരു വർണ്ണക്കൂട്ട്, ആഹാ ഏഴു നിറക്കൂട്ട്, അതെന്താണ്? മഴവില്ലേ. ഇനി മേഘമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്കഥ, ആകാശത്തൊരു പഞ്ഞിക്കിടക്ക, ആകാശത്തെ കരിമ്പട കെട്ട്, ഇതെല്ലാം എന്താണ്? മേഘം. അതിന്റെ ആൻസർ മേഘം. ഓക്കെ. ഇപ്പൊ ഒരു കുളം, ഒരു കുളത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ്. ഇതാണെങ്കിൽ കുളത്തിനെ കുറിച്ച് എഴുതിയാൽ മതി. നിങ്ങളുടെ പ്രദേശത്ത് കുളം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയാൽ മതി. ഇതുപോലെ തന്നെ എഴുതിയാലും മതി. ഓക്കെ. അടുത്ത മുങ്ങുമോ പൊങ്ങുമോ. ഇതാ ഇവിടെ കുറെ സാധനങ്ങൾ വച്ചിട്ട് അതിന്റെ ഒരു പരീക്ഷണം നടത്താനാണ്. ഇതിന്റെ ആൻസർ ഞാൻ താഴോട്ട് ഉള്ള പ്രവർത്തനത്തിൽ വരുന്നുണ്ട്. നോക്കാം എന്തൊക്കെ സാധനങ്ങളായിരുന്നു. മുങ്ങുമോ, പരീക്ഷണത്തിന്റെ പേരെന്തോന്നാണ്? മുങ്ങുമോ പൊങ്ങുമോ എന്നുള്ളത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഒരു പാത്രത്തിൽ കുറെ വെള്ളം എടുക്കുക. കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ള നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ കുറെ സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. ഇതേ കണക്കൊരു പാത്രത്തിൽ കുറെ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് മുങ്ങിക്കിടക്കുന്നതാണോ പൊങ്ങിക്കിടക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ആവശ്യമായ സാധനങ്ങൾ, ഇവിടെ കുറെ ബക്കറ്റ്, വെള്ളം, കല്ല്, ചോക്ക്, തക്കാളി, ആണി, പെൻസിൽ, റബ്ബർ, പ്ലാസ്റ്റിക് ബോൾ, ഇതൊക്കെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പരീക്ഷണം ചെയ്യുന്ന വിധം? ആദ്യം ഒരു ഊഹ രേഖപ്പെടുത്തണം. പിന്നെ കല്ലെടുക്കുമ്പോഴത്തേക്ക് അത് പൊങ്ങിക്കിടക്കുവോ താന്നു കിടക്കുവോ എന്നുള്ളത്. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് വെള്ളത്തിലിട്ട് നോക്കുക. അപ്പൊ എന്തോന്ന് മുങ്ങുമോ പൊങ്ങുമോ എന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മുങ്ങുന്നത്? വെള്ളത്തിൽ മുങ്ങുന്ന കല്ല്, ചോക്ക്, ആണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെള്ളത്തില് മുങ്ങും. തക്കാളി, പ്ലാസ്റ്റിക് ബോൾ, റബ്ബർ അതുപോലെയൊക്കെയുള്ള സാധനങ്ങള് എന്തോന്ന് ചെയ്യാം? വെള്ളത്തില് പൊങ്ങിക്കിടക്കും. ഓക്കെ. അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പരീക്ഷ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ചെയ്തു നോക്കണേ. അടുത്ത് നോക്ക്. മഴ തോർന്നാലും മരം പെയ്യും. ഇപ്പൊ നമ്മൾ മഴ പെയ്തതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണെങ്കിലും നോക്കിയാൽ നമുക്ക് ചെടികളിൽ വെള്ളം തുള്ളികളായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അല്ലെ? ഇതുപോലെ ഇവിടെ ഒരു പടം കൊടുത്തിരിക്കുന്ന ഇതേപോലെ നമ്മളെ സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഈ മരത്തിന്റെ ചോട്ടിൽ വരുമ്പോഴത്തേക്ക് കുലുക്കി കൊടുക്കും. അപ്പൊ വെള്ളം അവരുടെ ദേഹത്ത് വീഴും അല്ലേ? അപ്പൊ മഴ തോർന്നാലും മഴത്തുള്ളികൾ മരത്തില് ഇലകളിലും ചില്ലകളിലും തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് മഴ തോർന്നാലും മരം പെയ്യുമെന്ന് പറയുന്നത്. അപ്പം പെയ്യുന്ന മഴയുടെ തുള്ളികള് ആ ഇലകളിലും ചില്ലകളിലും ഒക്കെ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് മഴ തോർന്നാലും ഈ ചില്ലകളിൽ നിന്ന് വെള്ളം വീഴുന്നത്. പിന്നെ മഴച്ചൊല്ലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ കടങ്കഥയാണ്. ഇനി മഴച്ചൊല്ലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, തിരുവാതിരയിൽ മഴ തിരുമുറിയാതെ, മഴ പെയ്താൽ നിറയാത്തത് കോരിയൊഴിച്ചാൽ നിറയുമോ, മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ടു തടുക്കാമോ, മഴ പെയ്താൽ പുഴയറിയും, മഴ താഴോട്ടില്ലേൽ പുഴ കീഴോട്ട്, പെരുമഴ പെരുമ്പറ കൊട്ടി, കന്നിമഴയിൽ കുന്നോളം, മഴയില്ലേൽ പുഴയുമില്ല. അപ്പൊ മഴച്ചൊല്ലുകൾ അത് ഒന്നോ രണ്ടെങ്കിലും നോക്കി വെക്കുക. ഓക്കെ. അടുത്ത, എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് ഒരു ഇത് എഴുതാനും ചിത്രം വരയ്ക്കാനുമാണ്. കുറെ മലകളും പുഴകളും ഒക്കെ ചേർന്ന് വരുന്ന നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എൻ്റെ നാടിനെ കുറിച്ചൊരു ചിത്രം വരയ്ക്കാനാണ്. എന്നിട്ട് അത് കളർ ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ നാട്ടിൽ എന്താ നെൽപ്പാടങ്ങളുണ്ടെങ്കിൽ നെൽപ്പാടങ്ങളുണ്ടെന്ന് എഴുതുക, മലകളുണ്ടെങ്കിൽ മലകളുണ്ടെന്ന് എഴുതുക. അങ്ങനെ എഴുതാനാണ്. ഓക്കെ. അടുത്ത നോക്കൂ. സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി പെട്ടി തുറന്നു. ഹായ് JCB. എന്തായിരുന്നു അത്? JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഗർ. അമ്മു കയറിക്കോളും, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി കുന്നിന് താഴെ എത്തി. JCB. അതാ കുന്ന് ഇടിഞ്ഞു വരുന്നു.
മരവും ചെടിയും വീടും എല്ലാമുണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. നിലവിളി. അയ്യോ രക്ഷിക്കണേ! എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതി അഴിച്ചു. അതെന്തായിരുന്നു? ഒരു JCB ആയിരുന്നു. അമ്മു കണ്ട സ്വപ്നം ഫലിച്ചു. ല്ലേ? ഇത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ വാക്കുകളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. വാക്കുകൾ പുതിയ പുതിയ കുറേ വാക്കുകൾ ഇതിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കാനാണ്. അതായത് ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. വരച്ച് മനോഹരമാക്കിയ ഒരു ചിത്രം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മേലുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.